അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. ആപ്പിൾ, ഓറഞ്ച്, സബർ ജെല്ലി എല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടർ എന്താ പഴക്കച്ചവടം തുടങ്ങിയോ, ഫുൾ ഡെമോ ആണല്ലോ എന്ന്. അതല്ല, കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ ടോക്ക് ഈ പഴങ്ങളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും പ്രമേഹ രോഗവും തടി കുറയ്ക്കാനുള്ള ഡയറ്റും പഴങ്ങളും. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ എന്തായാലും കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഡെമോ ഒക്കെ വെച്ചതാണ്. കയ്യിലുണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്ന പഴങ്ങളെല്ലാം ഒന്ന് ഒരു കളർഫുൾ ആക്കാൻ വേണ്ടി വെച്ചതാണ്. നോക്കൂ, പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഷുഗറുള്ള ആളുകൾക്ക്, പ്രമേഹമുള്ള ആളുകൾക്ക് പഴങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നാണ്. തെറ്റായിട്ടൊരു കാര്യമാണ്. എന്നാൽ എല്ലാ പഴങ്ങളും അവർക്ക് കഴിക്കാൻ പറ്റുമോ? അതിട്ടില്ല താനും. അപ്പം നമുക്ക് കൃത്യമായി അറിയണം ഏത് പഴം എത്ര കഴിക്കാം എന്നുള്ളത്. പ്രത്യേകിച്ചിട്ട് ഷുഗറുള്ള ആളുകൾക്കും അതുപോലെ തന്നെ തടി കുറയ്ക്കാനുള്ള ഡയറ്റ് ചെയ്യുന്നവർക്കും. നോക്കൂ, പഴങ്ങളും പച്ചക്കറികളും ഫൈബറിൻ്റെ വലിയ കലവറയാണ്. ഈ ഫൈബറാണ് നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഷുഗർ കൺട്രോളിന് ഡയബറ്റിക് പേഷ്യൻസും അതുപോലെ തന്നെ അത് തന്നെയാണല്ലോ മെയിനായിട്ട് ഈ പൊണ്ണത്തടി കുറയ്ക്കാൻ ഡയറ്റ് ചെയ്യുന്നവരുടെയും ഉദ്ദേശം. ഇവർക്ക് രണ്ടുപേർക്കും ഫൈബർ വേണ്ട ആളുകളായതുകൊണ്ട് തന്നെ പഴങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണ്. എന്നാൽ അതേസമയം വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പഴങ്ങളിലെല്ലാം ധാരാളം ഷുഗർ ഉണ്ട്. ഫ്രക്ടോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസിൻ്റെ ഒരു വകഭേദമായിട്ടുള്ള ഷുഗർ ഉണ്ട്. അപ്പോൾ ഷുഗറുള്ള ആളുകൾക്ക് ഈ പഴം തോന്നിയ പോലെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറും കൂടും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? അപ്പോൾ എല്ലാ പഴങ്ങളും കഴിക്കാൻ പറ്റില്ല എന്നറിയാം. ഏതൊക്കെ കഴിക്കണം, എത്ര കഴിക്കണം, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വീട്ടിലുള്ള സംഗതികളൊക്കെ ഒന്ന് വെച്ചൊരു ബിനാലെ പോലെ ആക്കിയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ്ലി ടോക്കിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ പഴങ്ങളിലും ഷുഗറുണ്ട്, ഫ്രക്ടോസ് എന്നുള്ള രൂപത്തിൽ ഷുഗറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ചില പഴങ്ങൾ ഷുഗറുള്ള പേഷ്യൻസിന് നല്ലതാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ അതേ സംഭവമാണ്. അതിലെല്ലാം ഷുഗർ ഉണ്ടെങ്കിൽ പോലും ചില പഴങ്ങളിൽ ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫൈബർ കണ്ടന്റ് ഈ ഷുഗർ കണ്ടന്റിനെ അങ്ങ് നള്ളിഫൈ ചെയ്യും. ഫൈബർ നല്ലപോലെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പഴം കഴിച്ചാലും ഷുഗർ കൂടുന്നതിനെ ഇതിലുള്ള ഫൈബർ കൺട്രോൾ ചെയ്ത് നിർത്തും. അപ്പോൾ ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള പഴങ്ങളാണ്. അപ്പോൾ അതാരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴിക്കേണ്ട പഴങ്ങളെ പറ്റി പറയാം. നന്നായി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഷുഗറുള്ള പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന പഴം. അതിൽ നമ്പർ 1 പഴമാണ് ഇത്. ഇതാരാ? പെയർ അഥവാ സബർ ജെല്ലി എന്ന് പറയും. നോക്കൂ, നമ്മുടെ നാട്ടിൽ വളരെ യഥേഷ്ടം കിട്ടുന്ന വലിയ വിലയൊന്നും ഇല്ലാത്തൊരു പഴമാണ് അല്ലേ സബർ ജെല്ലി. ഈ സബർ ജെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒന്നാമത്തേത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. കാരണം ഷുഗർ ലെവല് ഭക്ഷണം ഇത് കഴിച്ചാലും കൂടുന്ന ആ ഒരു തോത് വളരെ കുറവാണ്. അതിനേക്കാൾ കൂടുതൽ ഇതിൽ ധാരാളം ജലാംശവും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെയർ അഥവാ സബർ ജെല്ലി കഴിക്കുന്നത് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു സബർ ജെല്ലിയൊക്കെ ഒരു ദിവസം ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ തടി കുറയ്ക്കാനുള്ള ഡയറ്റ് ചെയ്യുന്നവർക്കും വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ആളാണ് പെയർ അഥവാ സബർ ജെല്ലി. അപ്പോൾ ഗ്രീൻ സിഗ്നലാണ് കേട്ടോ. അടുത്ത ആളാണ് ഓറഞ്ച്. ഓറഞ്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗർ അത്യാവശ്യം നന്നായിട്ടുള്ളൊരു പഴമാണ്. പക്ഷേ ഇതിലുള്ള നാരുകളും സംഭവങ്ങളൊക്കെ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം, പിന്നെയും ഞാൻ പറയുന്നു, കഴിക്കുന്ന അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ പെയർ കഴിക്കാമെന്ന് പറഞ്ഞു, ഒരു 4-5 പെയർ അങ്ങോട്ട് എടുത്ത് കഴിക്കുക, 4-5 ഓറഞ്ച് എടുത്ത് കഴിക്കുക, അത് ശരിയാവില്ല. അളവ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഡയബറ്റിക് ഡയറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം മാക്സിമം ഒരു ഓറഞ്ച്, ഇതൊരു മീഡിയം സൈസുള്ള ഓറഞ്ചാണ്, ഒരു മീഡിയം സൈസുള്ള ഓറഞ്ച് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് നല്ല ഫൈബർ കണ്ടന്റും തരും. പിന്നെ വൈറ്റമിൻ സിയും എയും ഒക്കെ ധാരാളം ഉണ്ട് ഇതിലൊക്കെ. അതുപോലെ തന്നെ ഷുഗറും വളരെ കുറച്ചാണ്, വലിയ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലാത്തതാണ്. സോ ഓറഞ്ച് ഓൾസോ സേഫ് ആണ്. അടുത്തത് നമ്മുടെ ആപ്പിൾ. വളരെ സേഫാണ്, സുഖമായിട്ട് കഴിക്കാം. ഇതിൽ തന്നെ ഇതിപ്പോൾ ആക്ച്വലി ഗ്രീൻ ആപ്പിൾ അല്ല. ഗ്രീൻ ആപ്പിൾ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഗ്രീൻ ആപ്പിൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസം ഇതൊരു മീഡിയം സൈസ്ഡ് ആപ്പിളാണ്, ഒരു ആപ്പിൾ കഴിക്കാം. ഓക്കെ, കാരണം ഇതിലും നന്നായിട്ട് ഫൈബറും ഉണ്ട്, ഷുഗർ ഗ്ലൈസമിക് ഇൻഡെക്സ് വലിയതായിട്ട് കൂടുകയുമില്ല. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി കഴിക്കാൻ പറ്റുന്ന, എൻ്റെ കയ്യിലില്ലാതെ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ, ഇനി കഴിക്കാൻ പറ്റുന്ന നല്ല പഴങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? പേരയ്ക്ക. നമ്മുടെ നാട്ടിൽ വലിയ വിലയൊന്നും ഇല്ലാതെ കിട്ടുന്ന നല്ല അടിപൊളി പഴമാണ്. ഷുഗർ കണ്ടന്റ് ഉള്ള ആളുകൾ, ഷുഗർ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഷുഗർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് പേരയ്ക്ക. നല്ല രീതിയിൽ വൈറ്റമിൻ എയും സിയും ഒക്കെ ഉണ്ട്, നന്നായിട്ട് ഫൈബർ ഉണ്ട്, ഷുഗർ കൂടുന്നതും വളരെ മിതമായിട്ടേ കൂടൂ. സോ പേരയ്ക്കയെ മറക്കണ്ട. പിന്നെ കഴിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ബെറീസ്, ബ്ലാക്ക് ബെറീസ്, ബ്ലൂ ബെറീസ്, അങ്ങനെയൊക്കെയുള്ള ബെറി കണ്ടിട്ടില്ലേ? വില കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾ അത്ര വില കൂടിയ ബെറിയൊക്കെ പോയി വാങ്ങി കഴിക്കണം എന്നൊന്നും പറയില്ല. ബ്ലൂബെറിയും ബ്ലാക്ക് ബെറിയൊക്കെ വളരെ നല്ലതാണ്. ഷുഗർ പേഷ്യൻസിന് ആവശ്യമെങ്കിൽ കഴിക്കാം. ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പേരയ്ക്ക, പെയർ അഥവാ സബർ ജെല്ലി, പേരയ്ക്ക, ഓറഞ്ച്, ആപ്പിൾ, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആളുകളാണ്
പിന്നെ ഈ പറയുന്ന പോലെ ബ്ലൂബെറി ബ്ലാക്ക്ബെറികളും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവോക്കാഡോ, ഇതൊക്കെ വില കൂടിയതാവുകൊണ്ടാണ് ഞാൻ പിന്നെ അവസാനത്തേക്ക് വെക്കുന്നത്. അവോക്കാഡോ കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ കഴിക്കാം. ഓക്കെ, നല്ലതാണ് ഷുഗർ പേഷ്യൻസിന്. അപ്പോൾ ഏകദേശം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളെ മനസ്സിലായില്ലേ. ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട്. ഇയാള് ഇത് ആരാന്ന് മനസ്സിലായോ? വലിപ്പമൊക്കെ ഉണ്ട്. ഇത് പപ്പായയാണ്. ഇത് ഞങ്ങൾ ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ, പഴുത്തിട്ടില്ല. പക്ഷേ അധികം പഴുക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് നല്ലതാട്ടോ. ഇതൊരു പാകമൊക്കെയാണ്, ആക്ച്വലി കഴിക്കാനൊക്കെ പറ്റും. നന്നായി പഴുത്ത് കഴിഞ്ഞാൽ അതിൽ ഷുഗർ കണ്ടന്റ് കൂടും. സോ വല്ലാതെ പഴുത്ത് അളിയുന്നതിന് മുമ്പേ ഉള്ള ഈ പറയുന്ന ഇതെന്താന്ന് പറയാം, പപ്പായയും നമുക്ക് ഷുഗർ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം കഴിക്കാവുന്നതാണ്. എന്നാൽ ഇത് കാണിച്ചതിൻ്റെ അർത്ഥം ഇത്രയും പപ്പായ ഇരുന്ന് കഴിക്കാന്നല്ല കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു 1/3 ഒരു 5-6 പീസ് അല്ലെങ്കിൽ ഒരു മാക്സിമം 7-8 പീസൊക്കെ ഒരു ദിവസം കഴിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് ഇപ്പോൾ ഇത് ഒരാൾക്ക് വേണമെങ്കിൽ 3 ദിവസമായിട്ട് കഴിക്കാവുന്ന ഒരു ഹാഫ് പീസാണ്. ഇത് ഒരു പപ്പായയുടെ പകുതിയാണ്. ഇതിനെ 3 ആക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു 1/3 ഭാഗമൊക്കെ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഫൈബർ കണ്ടന്റ് ആണ്, ഷുഗർ പെട്ടെന്ന് കൂടില്ല. അപ്പോൾ പപ്പായയും നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താം. എന്നാൽ ഇദ്ദേഹം ഒരു റെഡ് സിഗ്നലാണ്. ഇത് ഏതാണ്? നമ്മുടെ നേന്ത്രപ്പഴം. ഓക്കെ, എന്താണ് ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുക. നമ്മുടെ നേന്ത്രപ്പഴമാണ് ഇത്, വലിയ പഴം. നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടും. അപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങ് എന്താ പറയുക, ഷുഗർ പേഷ്യൻസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഒരു പഴം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഴത്തിൻ്റെ ഒരു പകുതിയോ ഒരു ദിവസം ഒരു ഹാഫ് പഴമൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇത് ഫുള്ളായിട്ട് ഞാൻ പറയില്ല, ഒരു അരപ്പഴം, ഒരു ചെറുപഴം. നമ്മളിപ്പോൾ ഞാലിപ്പൂവൻ എന്നൊക്കെ പറയാവുന്ന ഞാലിപ്പൂവനൊക്കെ ഇല്ലേ, കദളി അങ്ങനത്തെ സംഭവങ്ങളെ, ചെറുപഴം വേണമെങ്കിൽ ഷുഗർ പേഷ്യൻസിന് ഒന്ന് കഴിക്കാം കേട്ടോ. എന്നാൽ പരമാവധി ഒഴിവാക്കേണ്ട പഴങ്ങൾ ചിലതൊക്കെ ഉണ്ട്. മാംഗോ, നമ്മുടെ മാങ്ങ നന്നായിട്ട് ഷുഗർ കൂട്ടുന്നതാണ്. ചക്ക നന്നായിട്ട് ഷുഗർ കൂട്ടുന്നതാണ്. അടുത്തത് പൈനാപ്പിൾ ഷുഗർ കൂട്ടും. പിന്നെ വാട്ടർമെലൺ ഇതൊക്കെ ആക്ച്വലി പരമാവധി ഒഴിവാക്കുക. ഒട്ടും കഴിക്കേണ്ടെന്നല്ല പറയുന്നത്, പരമാവധി ഒഴിവാക്കിയാൽ നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ ലേശം, ഇപ്പോൾ ചക്കയുടെ സീസണായി ഒരു ചുള ചക്ക കഴിക്കുക, അതൊക്കെ ഓക്കെ. മാങ്ങയുടെ സീസണാണ്, ഒരു 2 കഷ്ണം മാങ്ങ കഴിക്കുക, അതൊക്കെ ഓക്കെ. ഞാൻ പിന്നെയും പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിക്കുന്ന ക്വാണ്ടിറ്റി. നിങ്ങൾ 2 കഷ്ണം മാങ്ങ കഴിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഷുഗർ കൂടും നിങ്ങളൊരു 2 ഓറഞ്ച് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ കുറേ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്, ഓക്കെ ആണുള്ള പഴങ്ങൾ കുറേ എടുത്ത് കഴിക്കുന്നത് തെറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കഴിക്കുന്ന അളവ്, എമൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാങ്ങയും ചക്കയും അതുപോലെ തന്നെ ഗ്രേപ്സ്, മുന്തിരി, അതുപോലെ പൈനാപ്പിൾ, വാട്ടർമെലൺ ഇതൊക്കെ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന സംഭവങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു കൊതി തോന്നുമ്പോൾ ഒരു 2 മുന്തിരി എടുത്ത് കഴിക്കുന്നത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2 കഷ്ണം പൈനാപ്പിൾ എടുത്ത് കഴിക്കുന്നത് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഓവറായിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഷുഗർ ഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കഴിക്കാൻ. ഇനി ഡ്രൈ ഫ്രൂട്ട്സ്, ഇവിടെ ഞാൻ കുറച്ച് ആളെടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എന്നും കഴിക്കുന്നതാണ്, നമ്മുടെ ഈന്തപ്പഴം. ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൽ പെടുന്നതാണ്. അപ്പോൾ ഈന്തപ്പഴവും ഉണക്കമുന്തിരിയൊക്കെ ഷുഗർ ഇല്ലാത്തവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ഷുഗർ ഉള്ള ആളുകൾ മാക്സിമം ഒഴിവാക്കണം. കാരണം അത് പെട്ടെന്ന് തന്നെ ഷുഗർ കണ്ടന്റ് കൂട്ടുന്നതാണ്. സോ ഇപ്പോൾ ഒരു ദിവസം ഒരു ഡ്രൈ ഫ്രൂട്ട്, അപ്പോൾ ഒരു എന്താ പറയുക, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ നിറച്ച അയൺ ഉള്ളതാണ്, നമുക്ക് നന്നായിട്ട് രക്തം ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഗുണങ്ങളുണ്ട്. പക്ഷേ ഷുഗർ ഉള്ള ആളുകൾ ഇത് ഒറ്റൊന്നൊക്കെ കഴിക്കാം. ഒരു ഉണക്ക ഡേറ്റ്സ് ഒന്ന് കഴിക്കുക, ഒരു 2 ഉണക്കമുന്തിരി കഴിക്കുക, അതൊക്കെ ഓക്കെ. പക്ഷേ ഇതൊക്കെ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഷുഗർ കൂടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക, എന്തോ പറയാറില്ലേ, ബോഡി മസിൽ ഷോ വിത്ത് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ പോലെ, നമ്മുടെ പോഞ്ഞിക്കര പറഞ്ഞ പോലെ വിത്ത് ഡെമോ. അപ്പം നിങ്ങൾക്കിത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിത്ത് ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. സോ നിങ്ങളുടെ ഡയബറ്റിക് ആൾക്കാരടുത്ത് വീണ്ടും പറയുകയാണ്, നമുക്ക് ധൈര്യമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പേരയ്ക്ക, സബർജെല്ലിയൊക്കെയാണ്. നന്നായി കഴിച്ചോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോക്ക് ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇത് ഷുഗറുള്ള ആളുകൾക്ക് മാത്രമല്ല, തടി കുറയ്ക്കാനുള്ള ഡയറ്റ് ചെയ്യുന്നവർക്കും കൂടിയാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കാരണം ഫൈബർ മുഖ്യം ബിഗിലേ കേട്ടോ. ഫൈബർ നന്നായി കഴിച്ചാൽ മാത്രമേ ഷുഗറും തടിയൊക്കെ കുറയൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒഴിച്ചു നിർത്തലല്ല, പക്ഷേ ഏത് കഴിക്കണം, എത്ര കഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം കേട്ടോ. അപ്പോൾ അറിയുന്ന എല്ലാ തടി കുറയ്ക്കാനുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ആളുകൾക്കും ധൈര്യമായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.